ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഈ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ആക്സറീസ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ ഒത്തിരി പേര് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ വീഡിയോ കാണാൻ പറ്റും. ഇനി എങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ജാസ്മിൻ ബഡ്സ് ആണ്. അപ്പോൾ ജാസ്മിൻ ബഡ്സിൻ്റെ ഈ ഒരു തണ്ട് ഉണ്ടല്ലോ, അതിന് കുറച്ച് ലെങ്ത്ത് ഉണ്ടായിരിക്കും. നമുക്ക് അത്രയും ലെങ്ത്ത് വേണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ ബഡ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൽ പല സൈസിലായിട്ട് ഉണ്ടായിരിക്കുക. നമ്മളപ്പോൾ ഒരേ സൈസിലുള്ള തിരഞ്ഞെടുത്തിട്ട് വേണ്ടോ ചെയ്യാൻ, എന്നാലാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. പലതും പല സൈസാണ്. ഹെയർ ബാൻഡിന് അത്ര ഒരു ഫിനിഷിങ് തോന്നില്ല. അതുകൊണ്ട് മാക്സിമം ഒരേ സൈസിലുള്ളത് എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ജാസ്മിൻ ബഡ്സിന്റെ തണ്ട് കട്ട് ചെയ്ത പോലെ തന്നെ പോളന്റെ തണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും ലെങ്ത് ആവശ്യമില്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ഷീറ്റിന് പറയുന്ന പേരാണ് കേട്ടോ ഫെൽറ്റ് ഷീറ്റ്. അത് നമ്മളൊരു 1/2 ഇഞ്ച് വിഡ്ത്തിൽ കുറച്ച് നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഹെയർ ബാൻഡിന്റെ ഒരു അറ്റത്തുനിന്ന് 3.5 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ 2 സൈഡിലും ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫെൽറ്റ് ഷീറ്റ് ഹെയർ ബാൻഡ് അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന്റെ ബേസ് അതാണ് കേട്ടോ. അതിലാണ് നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒക്കെ ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ബാൻഡിന് നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം ഹെയർ ബാൻഡിൽ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്നാണ് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ ഹെയർ ബാൻഡ് അടിഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫെൽറ്റ് ഷീറ്റിൻ്റെ സെൻറ്ററിൽ ഹെയർ ബാൻഡ് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓപ്പോസിറ്റ് എൻഡിൽ നമ്മളൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുവരെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് എക്സ്ട്രാ ലെങ്ത് വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത്രയും ചെയ്ത് തന്നെ നമുക്ക് ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചെടുക്കാനുള്ള ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ചെടുത്താൽ മതി. നമുക്ക് ഓരോ ബഡ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഗമ്മ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം 2 ബഡ്സ് ഒട്ടിക്കാനുള്ള ഗമ്മ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നൊരു വീഡിയോ കാണുന്ന രീതിയിൽ 2 ബഡ്സ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. മാക്സിമം അടുപ്പിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടിച്ചെടുത്തിട്ടുള്ള ബഡ്സ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേ സെയിം മെത്തേഡിൽ തന്നെ ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് 2 ബഡ്സും കൂടി ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്യണ കാരണം പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഡ്രൈ ആവാനായിട്ട്. ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് പോളനാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പോളൻ ഒട്ടിച്ചു കൊടുക്കാൻ ഇതേ സെയിം രീതിയിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പോളൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും നമ്മൾ മാക്സിമം അടുപ്പിച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പോളൻ ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് സെയിം രീതിയിൽ തന്നെ 4 ബഡ്സും കൂടി ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും പോളൻ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഈ ഹെയർ ബാൻഡ് മൊത്തമായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഗ്ലൂഗണിന് പകരം നമ്മൾ ഏത് ഗമ്മ യൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാവരുടെ കയ്യിലും ഗ്ലൂഗൺ അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളത് B7000 യൂസ് ചെയ്യാം. എനിക്ക് B7000 അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആയിട്ടില്ല കേട്ടോ. കാരണം അത് ഒരുപാട് ടൈം എടുക്കും ഒട്ടി വരാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതില്ലെങ്കിൽ മാത്രം നമ്മൾ B7000 യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ ബഡ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഓരോ ബീഡ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതും കൂടി ചെയ്തെടുത്ത് നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതും കൂടി ചെയ്തെടുത്ത് നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അത് മാത്രമല്ല നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.